ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിലിനി ശാന്തി എന്നയക്കും. നേരമായി മാറിയിടുവാൻ സമയമായി ചെയ്തു തീർക്കുവാൻ ദൈനംദിന ജീവിതമിനി ആനന്ദകരമാക്കൂ. ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം അതെൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നെനിക്കറിയാം. എനിക്ക് തോന്നുന്നു നാം വചനം കേൾക്കുമ്പോഴൊക്കെ ഹൃദയം തുറക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാറും എന്ന്. വചനം കേൾക്കുമ്പോഴൊക്കെ ഹൃദയം തുറന്നാൽ നമ്മുടെ ജീവിതം മാറും. ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച പകുതി വരെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ദൈവം എൻ്റെ മനസ്സ് മാറ്റി. ഞാൻ ഭയത്തെക്കുറിച്ച് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം നാം പല കാര്യങ്ങളിലും അളവിലധികം ഭയപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നാം ഭയപ്പെടുന്നു. ഉദാഹരണത്തിന് ഏത് സെഷനിലാണെന്ന് അറിയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സെഷനിൽ മുതലെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഭയത്തെപ്പറ്റി പഠിപ്പിക്കും. പലർക്കും തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർ തങ്ങളെ മുതലെടുക്കുമോ എന്ന ഭയം കാരണം നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്നു. പലപ്പോഴും നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ നാം നമ്മെ സംരക്ഷിക്കാനായി കൂടുതൽ സമയം ചിലവാക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ സംരക്ഷിക്കാനായി. തോൽവിയെക്കുറിച്ച് ഭയപ്പെടുന്നു. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. നാം തോൽക്കുമെങ്കിലും തോൽവിയാവില്ലെന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്തത് വളരെ അത്ഭുതാവഹമല്ലേ? വാസ്തവത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം. ചില കാര്യങ്ങളിൽ തോൽവി ഉണ്ടാവുന്നത് ഒരുപക്ഷേ യഥാർത്ഥമായ വിജയത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഏതാനും കാര്യങ്ങളിൽ തോൽവി ഭവിക്കാതെ ആർക്കും വിജയത്തെ നേരായ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യാനാവില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ അവർക്ക് പല കാര്യങ്ങളും നേരാം വണ്ണം നടന്നെന്ന് വരില്ല. ചില നാണക്കേടുകൾ ഉണ്ടായേക്കാം. അതായത് പഴയ സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നമ്മുടെ മേലെയുള്ള ശക്തിയെക്കുറിച്ചും നമുക്ക് ധാരാളം ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പഴയ കാര്യങ്ങൾക്ക് നമ്മിൽ യാതൊരു ശക്തിയുമില്ലെന്ന് ബൈബിൾ പറയുന്നു. പറഞ്ഞത് മനസ്സിലായോ? പഴയ കാര്യങ്ങൾക്ക് നമ്മിൽ യാതൊരു ശക്തിയും ഇല്ല എന്ന് ബൈബിളിൽ പറയുന്നു. ഒരു ശക്തിയുമില്ല. എന്നാലും പഴയതിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, അതാണ് എനിക്ക് മറ്റെല്ലാറ്റിനേക്കാളും വളരെ പ്രധാനം. കഴിഞ്ഞു പോയവയെ ഉപേക്ഷിച്ച് മുന്നോട്ടുള്ളതിലേക്ക് പോകും. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. പണമില്ലാതെ പോയാലോ, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുമോ എന്ന് ഭയപ്പെടുന്നു. നാം കൈകാര്യം ചെയ്യുന്ന ഭയങ്ങളിൽ ഏറ്റവും വലുത് മനുഷ്യനെക്കുറിച്ചുള്ള ഭയമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അംഗീകാരത്തിൻ്റെ അടിമത്വത്തെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് നാം അംഗീകാരം ലഭിക്കണം എന്നതിന് അടിമകളാവുന്നു. അതായത് ആരെങ്കിലും അംഗീകരിക്കാഞ്ഞാൽ നാം മനസ്സ് മാറ്റും. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതം വേണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താനാവില്ല. ഇത് കേട്ടില്ലേ? ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഒരു ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാം. പക്ഷെ നാം ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിൽ എത്തേണ്ടതാണ്. നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്നും എന്നെ അംഗീകരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. പക്ഷെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കും. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ദൈവം എന്നെ വിളിച്ചത് പ്രകാരം ഞാൻ പ്രവർത്തിക്കും. കാരണം എൻ്റെ ഭാവിയെ നിയന്ത്രിക്കാനും ഭരിക്കാനും ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. കാരണം പലരും നിങ്ങളെ നിയന്ത്രിക്കാനും ഭരിക്കാനും പരിശ്രമിച്ചേക്കാം. ഭരിക്കുക എന്ന വാക്കിന് അർത്ഥം ഒരാളുടെ സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി മറ്റൊരാളെ ഉപയോഗിക്കുക. പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്ന പലരും നിങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാലോ നിങ്ങളിൽ സംതൃപ്തരല്ലെങ്കിലോ നിങ്ങളെ ചവറ് പോലെ വലിച്ചെറിയും.
നിങ്ങൾ തനിച്ചുള്ള ഒരാളാണ്. നാം വിശ്വാസികളുടെ ദേഹത്തിലെ പല ഭാഗങ്ങളാണ്. നാം മറ്റുള്ളവരെ ബാധിക്കും. ആരും സ്വയം ഒരു ദ്വീപല്ല. പകരം നിങ്ങൾ തനിച്ചൊരാളാണ്. തനിച്ചുള്ള അവകാശങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടാതിരുന്നാൽ, അവകാശങ്ങൾക്കായി പോരാടിയില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സാത്താൻ ആരെങ്കിലും കൊണ്ടുവരും. നിങ്ങളെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ അനുവദിച്ച് പലരും ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കാം. ഇത് ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അധികാരികൾക്ക് കീഴടങ്ങുന്ന കാര്യത്തിലും ജനങ്ങൾക്ക് പല കുഴപ്പങ്ങളുമുണ്ട്. അധികാരത്തിന് കീഴടങ്ങണമെന്ന് പറയുമ്പോൾ നാം അധികാരികൾക്ക് എല്ലാവർക്കും കീഴടങ്ങണമെങ്കിലും നമ്മെ ചവിട്ടി മെതിക്കാൻ ആർക്കും ഇടം കൊടുക്കണം എന്നർത്ഥമില്ല. ഭർത്താവിൻ്റെ അധികാരത്തിന് ഞാൻ കീഴടങ്ങണം, വിവാഹബന്ധത്തിൽ സമീകൃതത പാലിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ബൈബിളിൽ പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങളെയും ചിന്തകളെയും അറിയിക്കാൻ അവകാശമില്ലെന്നർത്ഥമില്ല. ഒരിക്കലും ഇല്ലെന്ന് പറയാൻ ആവില്ല എന്നർത്ഥമില്ല. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ഇല്ല, എനിക്കത് പറ്റില്ല, അഥവാ എനിക്കത് ശരിയായി തോന്നുന്നില്ല. ദൈവമേ, ഞങ്ങൾക്ക് സമീകൃതത വേണം. 1 പത്രോസ് 5:8 സമീകൃതതയുള്ളവരായിരിപ്പിൻ, കാരണം നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞു നടക്കുകയാണ്. ജനങ്ങൾ ഒന്നുകിൽ എല്ലാവരാലും നിയന്ത്രിക്കപ്പെടും, അല്ലെങ്കിൽ എല്ലാവരാലും ചവിട്ടി മെതിക്കാൻ ഇടം കൊടുക്കും. ആദ്യം അവർ ഈ വശത്തേക്ക് ചാഞ്ചാടും, പിന്നീട് ഈ വശത്തേക്ക് ചാഞ്ചാടും. ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ചാഞ്ചാടുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നാം പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് നിയന്ത്രിക്കപ്പെടേണ്ടവരാണ്. നാം പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് നിയന്ത്രിക്കപ്പെടേണ്ടവരാണ്. മനുഷ്യരെ പ്രശംസിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രശംസിക്കേണ്ടതാണ്. പക്ഷെ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാവാൻ വേണ്ടി നാം ഒരു അടിത്തറ പാകേണ്ടത് അത്യാവശ്യമാണ്. ആ അടിത്തറ അറിവാണ്. അറിവ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിവുണ്ടാവുക എന്നാണ്. ഞാൻ പറയുന്നത് വെറും അറിവിനെ കുറിച്ചല്ല, ദൈവ സ്നേഹത്തെ അറിയുന്നതിനെ കുറിച്ചാണ്. ദൈവം നമ്മെ എല്ലാവരും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മോടൊത്ത് എപ്പോഴും ഉണ്ടെന്നും അറിയുകയാണെങ്കിൽ, വേദപുസ്തകം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ അവൻ പല നല്ല പദ്ധതികളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബലഹീനതകളെയും തോൽവികളെയും അറിയുന്ന ദൈവമാണ് അവൻ. അവൻ നമ്മെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ സ്നേഹത്തിന് നിബന്ധന ഉണ്ടാക്കില്ല. കുഴഞ്ഞു മറിഞ്ഞ ദിവസങ്ങളിലും അവൻ നമ്മെ സ്നേഹിക്കും. ദൈവത്തിന് നിങ്ങൾ അത്ഭുതമല്ല. അവനുമായി ബന്ധം സ്ഥാപിക്കാനായി നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോഴേ നിങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കും എന്ന് അവന് നന്നായി അറിയാം. നാം അവനെയല്ല, അവനാണ് നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. വിശദീകരിച്ച് ബൈബിൾ പറയുന്നു, കരുതിക്കൂട്ടി തിരഞ്ഞെടുത്തതാണ് എന്ന്. അവൻ കബളിപ്പിക്കപ്പെട്ടിട്ടില്ല, വിഡ്ഢിയായിട്ടില്ല, അവൻ അറിയാത്ത എന്തെങ്കിലും നമ്മിൽ നിന്ന് കിട്ടുമെന്ന് കരുതിയിട്ടില്ല. കാരണം സങ്കീർത്തനം 139 പറയുന്നു, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നമ്മുടെ ചിന്തകൾ അവന് മുൻകൂട്ടി തന്നെ അറിയാം. അവന് നമ്മെ അറിയാം. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഇവ നാം ഒരിക്കലും മൂടിവെക്കാൻ പാടില്ലാത്ത അത്ഭുതകരമായ വചനങ്ങളാണ്. ഞാൻ നിന്നെ ഗർഭപാത്രത്തിൽ ഉരുവാക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉപകരണമായി അംഗീകരിച്ച് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം അയാൾ തെറ്റുകൾ ചെയ്യില്ലെന്ന് കരുതിയാണോ അയാളെ അംഗീകരിച്ചത്? അല്ല, യിരെമ്യാവ് ഭയപ്പെട്ടിരുന്നു. യിരെമ്യാവ് 1-ാം അധ്യായം വായിച്ചാൽ കാണാം, ദൈവം അയാളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, അവരുടെ മുഖത്തേക്ക് നോക്കരുത്, ഞാൻ പറഞ്ഞത് പ്രകാരം നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചത് സംസാരിക്കുകയും വേണം. ദൈവമേ, അതിന് ഞാൻ പറ്റിയവനല്ല. അല്ല, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവത്തിന് നിങ്ങളെ അറിയാം. ദൈവത്തിന് നിങ്ങളെ അറിയാം. നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അവന് നിങ്ങളെക്കുറിച്ചറിയാം. അടുത്ത ആഴ്ചയോ അടുത്ത വർഷമോ 10 വർഷം കഴിഞ്ഞോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റുകൾ അവനറിയാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനനുകൂലിക്കാതിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതുപോലൊരു ഉടമ്പടി നമുക്ക് എവിടെയും കിട്ടില്ല. നിങ്ങളുടെ ജീവൻ യേശുവിനായി നൽകണം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാവുമ്പോൾ അത് നിങ്ങളുടെ ഒരു
ചെറിയ തീരുമാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവമേ, എന്തൊരു വ്യാഖ്യാനം! ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് വെളിപ്പാടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സാധ്യമായില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അറിയാതിരുന്നാൽ നമുക്ക് നമ്മെ സ്നേഹിക്കാനാവില്ല. നമുക്ക് സ്നേഹിക്കാനായില്ലെങ്കിൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനും നിങ്ങൾക്ക് സാധിക്കില്ല. അതിനെക്കുറിച്ച് ഞാൻ നാളെ രാവിലെ പറയാം. ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അപരിചിതമായ ഒരു സ്ഥലത്ത് അപരിചിതരുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. പലരും പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന അടിസ്ഥാനപരമായ കാരണം അവർക്ക് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബന്ധം മോശമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുമായുള്ള ബന്ധം മോശമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എപ്പോഴും തങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നതാണ് വിശുദ്ധി എന്ന് പലരും കരുതുന്നുണ്ടാവും. ചില വചനങ്ങളിലൂടെ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അമൂല്യരാണ്, വിലമതിപ്പുള്ളവരാണെന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഒരധ്യായത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി, എനിക്കെന്നെ ഇഷ്ടമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മതാനുയായികളെ ചൊടിപ്പിക്കും. നിങ്ങൾ സ്വയം വെറുത്ത് എപ്പോഴും എന്തിലൂടെയെങ്കിലും ഇഴഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അവർ കരുതും. എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. എന്താണ് ഈ മനോഭാവം? നാം നമ്മെ വെറുക്കാൻ വേണ്ടിയാണോ ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി മരിക്കാനായി അയച്ചത്? ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇഷ്ടപ്പെടത്തക്കവളാണെന്ന് കരുതിയത് കൊണ്ടല്ല ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ സ്നേഹത്തിന് പാത്രയായതുകൊണ്ടോ ഞാൻ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ല എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൈവത്തെ പരിഹസിക്കുകയാണെന്ന് വിശ്വസിച്ചാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് എന്നെ കടന്നു പോകണമെന്നില്ല. ബാക്കി മീറ്റിങ്ങുകൾക്ക് ഞാൻ ചെറിയ മീൻ കൊളുത്തുകൾ എറിയുകയായിരിക്കും. അതായത് ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിഞ്ഞ് അത് സ്വീകരിച്ചില്ലെങ്കിൽ, മറ്റുള്ളവരോട് ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന ചിലർ സ്വയം ആ സ്നേഹം ഏറ്റുവാങ്ങിയിരിക്കില്ല. 70കളിൽ ഞാൻ ദൈവവുമായി കാര്യമായ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് വളരെയേറെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കുറെ കാലം ക്രിസ്ത്യാനി ആയിരുന്നത് കൊണ്ട് ഞാനത് ഗൗരവകരമായി എടുത്തിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോയി, വീണ്ടും ജനിച്ചു, യേശു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിച്ചു. കൃപയാലുള്ള രക്ഷിപ്പിനെ കുറിച്ച് വലിയ സന്ദേശങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതായത് ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, പക്ഷേ നരകത്തിലേക്ക് പോവാതിരിക്കാനുള്ള യേശുവേ ഉണ്ടായിരുന്നുള്ളൂ. വിജയത്തിലേക്ക് നടക്കാൻ മതിയായി യേശു ഉണ്ടായിരുന്നില്ല. ആഴ്ചകൾക്ക് മുൻപ് ആരോ എനിക്കൊരു നല്ല പ്രശംസ നൽകി. അവർ പറഞ്ഞു, ജോയ്സ് ഒരു ക്രിസ്ത്യാനിയിൽ നിന്നൊരു ക്രിസ്ത്യാനിയെ ഉണ്ടാക്കുന്നു. ഞാൻ കരുതി, അതെ, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 70കളിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി. ഞങ്ങളുടെ ജീവിതം പള്ളിക്ക് ചുറ്റുമായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മൂപ്പനായിരുന്നു. ഞാൻ പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും ക്രിസ്ത്യാനിയെ പോലെ പെരുമാറിയിരുന്നില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് മുറിവേറ്റിരുന്നു. ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് വസ്ത്രം ധരിച്ചു, മുഖഭാവം മാറ്റി. പക്ഷേ എൻ്റെ ഭർത്താവിനോട് ഒത്തുപോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട്ടിൽ സമാധാനമില്ലായിരുന്നു. എനിക്ക് കുട്ടികളുമായി നല്ല ബന്ധമില്ലായിരുന്നു. ഞാൻ അനുഭവിച്ചിരുന്ന പീഡനം കാരണം എനിക്ക് നിറയെ കയ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. എനിക്ക് ക്ഷമിക്കാൻ അറിയില്ലായിരുന്നു, ക്ഷമിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. പലരെയും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആരെയും വിശ്വസിച്ചില്ല. ഞാൻ എല്ലാവരെയും സംശയിച്ചു. ഞാൻ നിരാശയിലായിരുന്നു, കോപിച്ചിരുന്നു. എനിക്ക് സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെതായ എല്ലാ പിശുക്കും കാണിച്ച ശേഷം അതിന് ക്രിസ്ത്യാനി എന്നൊരു ലേബൽ ഒട്ടിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് കാറിൽ ഒരു സ്റ്റിക്കർ അല്ല ആവശ്യം, ഫലം കാണിക്കുകയാണ് വേണ്ടത്. എല്ലാവരോടും പ്രസംഗിച്ചുകൊണ്ട് ലോകത്തെ സ്വാധീനിക്കുകയല്ല നാം ചെയ്യേണ്ടത്. നാം ജീവിതം ജീവിക്കണം. എപ്പോഴും പ്രസംഗിക്കാം, വേണമെന്ന് തോന്നുമ്പോൾ വാക്യങ്ങൾ ഉപയോഗിക്കൂ. പക്ഷെ നിങ്ങളുടെ ജീവിതമാണ് പ്രസംഗത്തെക്കാൾ ഏറ്റവും മികച്ചത്. ക്രിസ്ത്യാനികൾ സന്തുഷ്ടരാണെങ്കിൽ നാം മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നു.
ഓരോ ക്രിസ്ത്യാനിക്കും ദൈവത്തിന്റെ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനാവണം, അത് അവരിൽ ഒരാളാണ്, അവരൊരു ക്രിസ്ത്യാനിയാണ്. ആമേൻ. പക്ഷേ 1976 ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാറിൽ വെച്ച് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു. എൻ്റെ ജീവിതം മടുത്തു, എനിക്കിത് സഹിക്കാനാവില്ല എന്ന് ദൈവത്തോട് കരയുകയായിരുന്നു ഞാൻ. ആമേൻ. ഞാൻ പള്ളിയിലേക്ക് പോയി. ഞാൻ ചെയ്യേണ്ടതാണെന്ന് തോന്നിയ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ എനിക്ക് വിജയമില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ സമയത്ത് എനിക്ക് ദൈവവചനം പഠിക്കണം എന്ന ആഗ്രഹമുണ്ടായി. ഇതിന് ഞാൻ ജീവിക്കുന്നിടത്തോളം കൃതാർത്ഥയാണ്. കാരണം ഞാൻ ദൈവവചനം കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സത്യത്തെ കൂടുതലായി നേരിട്ടു. ഞാൻ കുഴപ്പത്തിലാണെന്ന് കൂടുതലായി മനസ്സിലായി. നാം കുഴപ്പത്തിലായിരിക്കെ മറ്റുള്ളവരെല്ലാം കുഴപ്പത്തിലാണെന്ന് കരുതുന്നത് ശോചനീയമല്ലേ? ഇതാണ് കബളിപ്പിക്കൽ. എനിക്കിത് ധാരാളം ഉണ്ടായിരുന്നു. അതെ, എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റ് ഞാൻ വേദനിച്ചിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് എനിക്ക് ആഴമായ വെളിപ്പാടുണ്ടായി. ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ ഞാൻ ആദ്യമായി പ്രസംഗിച്ച സന്ദേശം ഇതായിരുന്നു. ഞാൻ 5 വർഷം ബൈബിൾ പാഠം നടത്തി. പക്ഷേ ഇതുപോലൊരു അൾത്താരയിൽ ഞാൻ ആദ്യമായി പ്രസംഗിക്കാൻ നിന്നപ്പോൾ എൻ്റെ സ്വദേശത്ത് പതിവായി ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിംഗ് നടത്തിയായിരുന്നു എൻ്റെ തുടക്കം. ദൈവം ജനങ്ങൾക്ക് ഒരു വാക്ക് നൽകണം എന്നും അത് ശക്തമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ശക്തമായ ഒരു സന്ദേശം ഞാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ശക്തിയുള്ള സ്ത്രീയിൽ നിന്ന് അതിശക്തമായ ഒരു സന്ദേശം. ദൈവം പറഞ്ഞു, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ദൈവത്തോട് പറയൂ. ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ എഴുന്നേറ്റ് നിന്ന യോഹന്നാൻ 3:16 നിന്നൊരു സൺഡേ സ്കൂൾ സന്ദേശമല്ല നൽകാൻ പോകുന്നത്. എനിക്ക് ആവശ്യം ശക്തമായ ഒരു സന്ദേശമാണ്. ദൈവം എന്നോട് പറഞ്ഞത് ഇതാണ്: പലർക്കും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് വെളിപ്പാടില്ല. അതുണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ വ്യത്യസ്തമായി പെരുമാറുമായിരുന്നു. നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാമെങ്കിൽ നാം പഴയ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഭാവിയെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ഭയപ്പെടരുത്. മറ്റുള്ളവർ എന്ത് കരുതും, എന്ത് പറയും എന്ന് പേടിക്കാൻ പാടില്ല. നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാമെങ്കിൽ നാം പഴയ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഭാവിയെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ഭയപ്പെടേണ്ട. മറ്റുള്ളവർ എന്ത് കരുതും, എന്ത് പറയും എന്ന് പേടിക്കാൻ പാടില്ല. നമുക്കറിവുണ്ടെങ്കിൽ നാം പേടിച്ച് ജീവിതം നയിക്കേണ്ട ആവശ്യമില്ല. അറിവിന് പല അതിരുകളുണ്ട്. ആമേൻ. ഞങ്ങൾ കെവിൻ്റെയും റോസ്മേരിയുടെയും കൂടെ 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും സ്റ്റേറ്റ്സിലും ഈ 2 പ്രാവശ്യം. നിങ്ങൾക്ക് ഡേവിനെയും ജോയ്സ്മേറിനെയും അറിയുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും, അതെ ഞങ്ങൾക്കറിയാം. ഞാൻ ഒന്ന് പറയട്ടെ, ഡേവിനെയും ജോയ്സിനെയും അവർക്കറിയില്ല. ഡേവിന് ജോയ്സിനെ അറിയാം, എനിക്ക് ഡേവിനെ അറിയാം. ഞാൻ പറയുന്നത്, നാം ബൈബിളിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് അതറിയാം എന്ന് കരുതുന്നത് അവസാനിപ്പിക്കണം. ചിലരുടെ ബൈബിൾ കളറിംഗ് പുസ്തകം പോലെ ഉണ്ടാവും, എന്നാലും അവർക്കൊന്നും അറിയില്ല. പുരോഹിതൻ 1 യോഹന്നാൻ 4:18 എടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബൈബിൾ മറിക്കുക എന്ന് എനിക്കറിയാം. ബൈബിൾ തുറക്കുമ്പോൾ അതിൽ മുഴുവനും പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നാം രഹസ്യമായി ഉള്ളിൽ പറയും, അടുത്തിരിക്കുന്ന ആൾ ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ. നമുക്ക് ഭയങ്കര ആത്മീയതയുണ്ടാവും. നാം അതിൽ പിങ്ക് കളറിലും മഞ്ഞ കളറിലും വരയിടും. ചില സമയത്ത് എൻ്റെ ബൈബിളിൽ ഞാൻ സ്റ്റാർ ഇടും. ഇത് കണ്ടില്ലേ? ഓഹോ, എനിക്കിത് നന്നായിട്ട് അറിയാം. നമുക്കത് എപ്പോഴാണ് അറിയുക എന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ. അതുവരെ നാം ഇത് കേൾക്കണം, വീണ്ടും കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് സഹകരിക്കുക എന്ന് പഠിപ്പിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ളവരുമായി സഹകരിക്കാനാവില്ല. ദൈവത്തിൻ്റെ നിബന്ധനകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാടുണ്ടാവണമായിരുന്നു. കാരണം ഞാൻ അന്ന് എല്ലാവരുടെയും അംഗീകാരത്തിനായി ശ്രമിച്ചിരുന്നു. ജനങ്ങൾ എന്നെ സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ചെയ്തു. വസ്ത്രധാരണവും പെരുമാറ്റവും പ്രത്യേക രീതിയിൽ. പള്ളിയിൽ ശരിയായ സംഘത്തിൽ ചേർന്നു. പള്ളിയിലെ ശരിയായ സംഘത്തിൽ ചേരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കളികളാണ് കളിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു.
പള്ളിയിൽ ഇങ്ങനെ നടക്കാറില്ലെന്ന് കരുതുന്നുണ്ടോ? നടക്കും. നമുക്കും അതേ പ്രശ്നങ്ങളുണ്ട്. നാം അതിലൊരു ക്രിസ്തീയ ലേബൽ ഒട്ടിക്കുകയേ വേണ്ടൂ. എല്ലാവരുമല്ല, എല്ലായിടങ്ങളിലുമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നാം അത് നേരെയാക്കണം. ആമേൻ. നമ്മുടെ ഉദ്ദേശം ശരിയായിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത ജനങ്ങളുമായി ഞാൻ അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എനിക്കവരെ ഇഷ്ടമല്ലായിരുന്നു. എന്തിനാണ് ഞാൻ അവരുമായി സൗഹൃദം പുലർത്തുന്നത്? കാരണം അവർ സൗഹൃദം പുലർത്താൻ പറ്റിയവരായിരുന്നു. അവരെ എല്ലാവരും അറിയപ്പെട്ടിരുന്നു. എനിക്കൊരു സ്ഥാനം, നൽകാവുന്ന സ്ഥാനം അവർക്കുണ്ടായിരുന്നു. സത്യമാണ്. ഞാൻ ആർക്കോ വേണ്ടിയാണിത് പറയുന്നത്. ദൈവം ഇവയിൽ എന്തെങ്കിലും സന്തോഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അവൻ അവയെല്ലാം വെറുക്കുന്നു. ഞാൻ 1970കളിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റപ്പോൾ അവരായിരുന്നു ആദ്യം എന്നെ അകറ്റിയതും എൻ്റെ കാലുവാരിയതും. അവരുടെ കൂടെ എന്നെ ചേർത്തില്ല. അതായത് ജനങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിച്ച് സൗഹൃദം സമ്പാദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി കാലത്തും ആ സൗഹൃദം നിലനിർത്താനായി നിങ്ങളെ നിയന്ത്രിക്കാൻ അവരെ അനുവദിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നിങ്ങൾ സ്വയം ഇങ്ങനെ ചോദിച്ചു നോക്കൂ, ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കെല്ലാം അംഗീകാരം ആവശ്യമാണ്. അതിൽ തെറ്റൊന്നുമില്ല. ദൈവം നമ്മെ അംഗീകരിക്കപ്പെടാനാണ് സൃഷ്ടിച്ചത്, തിരസ്കരിക്കപ്പെടാനല്ല. പക്ഷേ നാം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ അംഗീകാരമാണ്, മനുഷ്യരുടെ അംഗീകാരമല്ല. നിങ്ങളെ ഇതിൽ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കരുത്. അനുഗ്രഹിക്കട്ടെ. പിതാവേ, യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ അങ്ങയെ സമീപിക്കുന്നു. അങ്ങ് ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന വെളിപ്പാട് ഞങ്ങൾക്കുണ്ടാവണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. ഇത് ഞാൻ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കായുള്ള അങ്ങയുടെ സ്നേഹത്തെങ്കിൽ നീളവും ഉയരവും ആഴവും വ്യാപ്തിയും അവർ അറിയണം. എന്നിട്ട് അങ്ങയുടെ സ്നേഹത്തെ സ്വീകരിക്കാനും അതവരെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുവാനും സഹായിച്ച് അതിനനുവദിക്കണമേ. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിലൂടെ ഞങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ടതില്ലെന്ന് മനസ്സിലാക്കാൻ സഹായിക്കണമേ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വചനം പറയുന്നു. ദൈവം എനിക്കുണ്ടെങ്കിൽ എന്നെ എതിർക്കാൻ ആർക്ക് കഴിയും? ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനും അവരെ സ്വതന്ത്രരാക്കുന്നതിനും നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ, ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMMindia.org ലോഗോൺ ചെയ്യൂ.